നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബ്ബ് ധാരണാപത്രം കൈമാറി. നാടൻ തോക്കുംതിരകളുമായി 2 പേർ ഒറ്റപ്പാലത്തെ പിടിയിൽ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പര്യടനം നടത്തി. നിർത്തിയിട്ട ചരക്ക് ലോറി കത്തി നശിച്ചു. വാർത്തകൾ വിശദമായി. പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബ്ബ് ധാരണാപത്രം കൈമാറി. പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബ്ബിനായി KCAയും ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റും ധാരണാപത്രം കൈമാറിയതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹവും എല്ലാം ഓഫീസിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. എനിക്ക് പുള്ളിയേട്ടൻ വന്നതിൽ പിന്നെ ഒരു വർഷമായിട്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയി. അത് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഇനിഷ്യേറ്റീവ് പെട്ടെന്ന് ആകാൻ സാധിച്ചത്. കാര്യം ഞങ്ങൾ 7 വർഷത്തോളം ഇതിൻ്റെ പുറകെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവസാനത്തെ 1 വർഷം എനിക്ക് തോന്നുന്നു വളരെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയി. കാര്യത്തിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പുറകെ പോകുന്നുണ്ട്. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വയ്ക്കുമ്പോഴായിട്ട് BCCI എന്നാണ് ഞങ്ങൾക്ക് ഫണ്ട് വരുന്നത്. അത് റിയംബേഴ്സ്മെൻറ്റ് വരുന്നത്. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ സബ്സിഡി ഏകദേശം ഒരു 30 കോടി രൂപയാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഗ്രീൻ ഹൈവേ വരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആർക്കിടെക്റ്റിനെ വിളിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫ്ലഡ് ലൈറ്റും സംവിധാനങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കിയുള്ള ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 21 ഏക്കർ സ്ഥലത്താണ് സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത്. ദേവസ്വം ഭൂമി ക്ഷേത്ര വരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് KCAക്ക് വാടകയ്ക്ക് നൽകുന്നത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് KCA സെക്രട്ടറി വിനോദ് എസ് കുമാറും ക്ഷേത്രം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ M മണികണ്ഠനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. മന്ത്രി MB രാജേഷാണ് സ്ഥല ലഭ്യതയ്ക്കായി മുൻകൈയെടുത്തത്. 30 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയിൽ 2 ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, ഫ്ലഡ് ലിറ്റ്, ക്ലബ് ഹൌസ്, നീന്തൽക്കുളം, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മൈതാനങ്ങൾ കൂടാതെ മറ്റ് കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ആദ്യഘട്ടം നിർമ്മാണം 2026 പൂർത്തീകരിക്കും. 2ാം ഘട്ടം 2027 ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഹബ്ബ് പൂർത്തിയാകുന്നതോടെ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നത് ജില്ലയിലെ കായിക മേഖലയ്ക്ക് വൻ കുതിപ്പിനിടയാക്കുമെന്നും MR മുരളി അറിയിച്ചു. പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന് 10 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും പ്രതിവർഷം 21,35,000 രൂപ വരുമാനമായും ലഭിക്കും. 5 വർഷം കൂടുമ്പോൾ 12% വർധന വാടകയിൽ നടപ്പാക്കുമെന്നും MR മുരളി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി പ്രദേശവാസികൾക്ക് ജോലിക്ക് മുൻഗണന നൽകാനും വ്യവസ്ഥയുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന്റെയും അസോസിയേഷന്റെയും പേരിലായിരിക്കും സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുക. 2018 തുടങ്ങിയ നടപടിക്രമങ്ങൾ കോവിഡ് മൂലം വൈകുകയായിരുന്നു. മദ്രാസ് ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് 1951 പ്രകാരം തുടങ്ങിയ നടപടികൾ മലബാർ ദേവസ്വം അമ്പലം ട്രസ്റ്റും സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ ജില്ലകളിലും അത്യാധുനിക നിലവാരത്തോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പാലക്കാട് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് അറിയിച്ചു. 2019 ഇങ്ങനെ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാലക്കാട് നടത്തിയിട്ടുള്ള വിവിധ മേഖലയിലെ പ്രമുഖരുമായിട്ടുള്ള അഭിമുഖത്തിൽ KCA ഭാരവാഹികളാണ് പാലക്കാട്ടൊരു സ്ഥലം അനുവദിച്ചു തരികയാണെങ്കിൽ ഒരു സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കാൻ കഴിയും എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അന്ന് പാലക്കാട് MP ആയിരുന്ന ഇന്നത്തെ മന്ത്രി ശ്രീ MB രാജേഷ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഭൂമിയുടെ അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് ചാത്തൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഭൂമി ലഭ്യമാകും എന്നൊരവസ്ഥ ആലോചനയിൽ വന്നത്. ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭൂമി 33 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് ഹബ്ബ് നിർമ്മിക്കുന്നത്. പാട്ടക്കരാർ ഡിസംബറിൽ ഒപ്പിടുമെന്നും ജനുവരിയിൽ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KCA വൈസ് പ്രസിഡന്റ് P ചന്ദ്രശേഖരൻ, പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് R രാധാകൃഷ്ണൻ, സെക്രട്ടറി അജിത് കുമാർ, KCA അംഗം A സിയാവുദ്ദീൻ, ദേവസ്വം ബോർഡ് മെമ്പർ A രാമസ്വാമി, കമ്മീഷണർ TC ബിജു, ചാത്തൻകുളങ്ങര ദേവി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ നന്ദകുമാർ, മാനേജർ M മണികണ്ഠൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാടൻ തോക്കുംതിരകളുമായി 2 പേർ
ഒറ്റപ്പാലത്തെ പിടിയിൽ. നാടൻ തോക്കുംതിരകളുമായി 2 മലപ്പുറം സ്വദേശികൾ ഒറ്റപ്പാലത്ത് പിടിയിൽ. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി പൂങ്കുഴിയിൽ അബ്ദുൾ സലാം, വണ്ടൂർ സ്വദേശി അന്നക്കള്ളൻ ജമാൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് തോക്കും 8 തിരകളുമാണ് കണ്ടെടുത്തത്. മായനൂർ ജംഗ്ഷനിൽ പുലർച്ചെ 1 മണിയോടെ രാത്രി പട്രോളിംഗ് സംഘം സംശയാസ്പദമായ രീതിയിൽ വാഹനത്തിൽ കണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇവർ പിടിയിലായത്. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ മാങ്കുടത്തിൽ പര്യടനം നടത്തി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ചരിത്ര വിജയം സമ്മാനിച്ച വോട്ടർമാരോട് നന്ദി പറയുന്നതിനായി പാലക്കാടിന്റെ നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലത്തിലെ താണാവ് ജംഗ്ഷനിൽ നിന്നും നന്ദി പര്യടനം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ കൺവീനർ B ബാലഗോപാൽ ദയവ് ചെയ്ത് എല്ലാവരും ഈ പര്യടനത്തിൽ തുടക്കം മുതൽ സമാപനം വരെ ഉണ്ടാവണം. മാത്രമല്ല ഒരു വാഹനവും നമുക്കൊപ്പം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യാത്ര ചെയ്യരുത്. ആദ്യം നമ്മളുടെ അനൗൺസ് ചെയ്യുന്ന വാഹനവും തൊട്ടു പുറകിൽ പാട്ടുമായിട്ടാണ്. അതിൻ്റെ പുറകിൽ സ്ഥാനാർത്ഥിയും നമ്മുടെ ബഹുമാന്യ MLAയുമാണ്. എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിർത്തുന്നു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB സതീഷ്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിവരാജേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ, UDF മണ്ഡലം കൺവീനർ നിസാർ അസീസ്, ഹരിദാസ് മച്ചിങ്ങൽ, KN സഹീർ, ഷരീഫ് റഹ്മാൻ, റിയാസ് ഒലവക്കോട്, ഹക്കിം ജൈനമേട്, രാധ ശിവദാസ്, നഗരസഭാ കൌൺസിലർമാരായ ബഷീറുപ്പ, K ഭവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ നേരിൽ കാണുവാനും അവർക്ക് നന്ദി പറയുവാനുമായി ഇന്നലെ ആരംഭിച്ച പരിപാടി ഇന്നും തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, രാഹുൽ വിജയിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവർ, വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചവർ, അങ്ങനെ നിരവധി പേർ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നിർത്തിയിട്ട ലോറി കത്തി നശിച്ചു. നിർത്തിയിട്ട ചരക്ക് ലോറി കത്തി നശിച്ചു. ആളപായമില്ല. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിക്കാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ തീപിടിച്ചത്. ഒറ്റപ്പാലം കിഴക്കേത്തോടിന് സമീപമുള്ള നഗരസഭാ മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്തായിരുന്നു വണ്ടി നിർത്തിയിട്ടിരുന്നത്. സേമിയ, നൂഡിൽസ്, ഭക്ഷ്യപദാർത്ഥങ്ങൾ കയറ്റിയ ലോറിയാണ് കത്തിയത്. വിവരമറിഞ്ഞ് ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോൾ ക്യാബിന് തീപിടിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. ഇസാഫ് ഗർഷോ പ്രോഗ്രാമിന് കഞ്ചിക്കോട്ട് തുടക്കമായി. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഇസാഫ് ഗർഷോം പ്രോഗ്രാമിന്റെ പാലക്കാട് ജില്ലാതല ലോഞ്ചിംഗ് കഞ്ചിക്കോട് കിഴക്കേ മുറിയിൽ നടന്നു. ഇസാഫ് ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതികളുടെ ഭാഗമായുള്ള പ്രചോദൻ ഡെവലപ്മെന്റ് സർവീസിന്റെ നേതൃത്വത്തിലാണ് ഗർഷോം പദ്ധതി. ഇസാഫ് ഗർഷോം പ്രോഗ്രാം A പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യവസായ മേഖലയാണ് ഈ കഞ്ചിക്കോട് പ്രദേശം. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ വ്യവസായ രംഗത്ത് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് ഇനി മാത്രമല്ല അത് ഒന്നാമത്തെയായി മാറാനും പോവുകയാണ്. കൊച്ചിൻ ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായി നമ്മുടെ ഈ കഞ്ചിക്കോട് പ്രദേശം, അതായത് ഈ പുതുശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടുന്ന അതിന്റെ സെൻട്രൽ വില്ലേജിലും വെസ്റ്റ് വില്ലേജിലും 2000-ഓളം ഏക്കർ സ്ഥലം കേരള സർക്കാർ ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 3000-ഓളം കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് നീക്കിവെക്കാൻ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ ഹബ്ബായി ഇത് മാറുകയാണ്. ഇപ്പൊ തന്നെ
നമ്മുടെ അതിഥി തൊഴിലാളികളുടെ എണ്ണം. പാലക്കാട് ജില്ലാ ലേബർ എൻഫോഴ്സ്മെന്റ് സുനിൽ KM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച അതിഥി തൊഴിലാളികളുടെ മക്കളെ ജില്ലാ ലേബർ ഓഫീസർ KM സുനിൽ സമ്മാനം നൽകി അനുമോദിച്ചു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡംഗം N ഷൺമുഖൻ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ R ശബരീഷ് എന്നിവർ സംസാരിച്ചു. പ്രചോദൻ ഡെവലപ്മെന്റ് സർവീസ് ചീഫ് മാനേജർ കമൽ R നായർ, മാനേജർ ജോബിൻ C വർഗീസ് എന്നിവർ കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനം നിർവഹിച്ചു. പ്രചോദൻ സർവീസ് സീനിയർ എക്സിക്യൂട്ടീവ് പ്രൊജക്ട് PM ഷീനോയി, കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 500ഓളം വരുന്ന അതിഥി തൊഴിലാളികളും അവരുടെ മക്കളും പരിപാടിയുടെ ഭാഗമായി. തുടർന്ന് അതിഥി തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട 4 പ്രതിഷേധ സംഗമം. ബംഗ്ലാദേശിലെ മനുഷ്യത്വരഹിതമായ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മതന്യൂനപക്ഷ സമിതി 4 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് G മധുസൂദനൻ അറിയിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ മൗനം വെടിയണമെന്ന് മധുസൂദനൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധമത വിഭാഗങ്ങൾ ക്രൂരതകൾക്ക് ഇരയാവുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും നഗ്നരാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ തകർത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. ആചാര കേന്ദ്രങ്ങളെയും ആചാര്യന്മാരെയും ഉന്മൂലനം ചെയ്യാനുള്ള ക്രൂരതയാണ് നടക്കുന്നത്. പുരുഷന്മാരെ ക്രൂരമായി കൊല ചെയ്യുകയാണ്. ലോകം മുഴുവൻ ബംഗ്ലാദേശിലെ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടും കേരളത്തിലെ മനുഷ്യാവകാശ സംഘടനകളും പ്രവർത്തകരും മൗനം പാലിക്കുന്നത് അപകടകരമാണെന്ന് മധുസൂദൻ പറഞ്ഞു. RSS വിഭാഗ് സമ്പർക്ക് പ്രമുഖ് ബേബി, വിശ്വ ഹിന്ദു പരിഷത്ത് വിഭാഗ് കാര്യദർശി രവീന്ദ്രൻ, ശ്രീമാനുണ്ണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹിന്ദു, ക്രിസ്ത്യൻ, ബൗദ്ധ, ജൈന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് എതിരെയായിക്കൊണ്ടും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകപ്പെടുന്ന ആ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഭാരതത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർ ട്രെയിനിൽ കർപ്പൂരം കത്തിക്കുന്നത് ശിക്ഷാർഹം. ശബരിമല തീർത്ഥാടകർ ട്രെയിനിൽ കർപ്പൂരം കത്തിച്ചാൽ ശിക്ഷ 1000 രൂപ പിഴയോ 3 വർഷം തടവോ ആയിരിക്കും ശിക്ഷ. ദക്ഷിണ റെയിൽവേയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. ശബരിമല ഭക്തർ തീവണ്ടിയിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നതായി വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും തീ കത്തിച്ചുള്ള പൂജകൾ നിരോധിച്ചിട്ടുണ്ട്. തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമായി യാത്ര ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. അതിനാൽ ട്രെയിനിനുള്ളിൽ തീ കത്തിച്ച് പൂജ നടത്തുന്നതായി കണ്ടാൽ 130 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് റെയിൽവേ വ്യക്തമാക്കി. അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകനെ അറസ്റ്റ് ചെയ്തു. കഞ്ചിക്കോട് കെട്ടാമുട്ടി വിജയനെയാണ് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് വഴക്കുണ്ടാക്കിയത് ചോദ്യം ചെയ്ത അച്ഛൻ സുബ്രഹ്മണ്യനെ വിജയൻ വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിലും ചെവിയിലും വെട്ടേറ്റ സുബ്രഹ്മണ്യൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിജയനെ വാളയാർ ഇൻസ്പെക്ടർ NS രാജീവന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. പ്രഭാത സവാരിക്കിടെ അജ്ഞാത വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. ഒരാൾ മരിച്ചു. ലക്കിടി മുളഞ്ഞൂർ സ്വദേശിയായ തെക്കേ നൊട്ടിയത്തും മണിയൻ നായർ എന്ന ശങ്കരനാരായണനാണ് മരിച്ചത്. 89 വയസ്സായിരുന്നു. ലക്കിടി മംഗലം മുരിക്കുംപറ്റ റോഡിലെ പാതക്കടവിൽ വച്ചായിരുന്നു ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അന്ത്യം. ജാമ്യത്തിലിറങ്ങി വർഷങ്ങളായി മുങ്ങി നടന്ന മോഷ്ടാവ് പിടിയിൽ. കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന പ്രതി പിടിയിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് എഴുവന്തല
സ്വദേശി നൌഷാദിനെയാണ് പട്ടാമ്പി പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയത്. പ്രത്യേക പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നൌഷാദ് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 30ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ RMS ഓഫീസ് അടച്ചുപൂട്ടലിലേക്ക്. ഷൊർണൂർ RMS ഓഫീസ് അടച്ചുപൂട്ടുന്നു. 75 വർഷത്തെ പാരമ്പര്യമുള്ള ഷൊർണൂർ റെയിൽവേ മെയിൻ സർവീസ് അടച്ചുപൂട്ടുന്നു. കാലങ്ങളായി തപാൽ ഉരുപ്പടികൾ പെട്ടെന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി തപാൽ സർവീസിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് RMS. ക്രമേണ സേവന പ്രവർത്തനങ്ങൾ എടുത്തുകളഞ്ഞ ബിസിനസിന് പ്രാമുഖ്യം നൽകുന്ന നയത്തിന്റെ ആദ്യപടിയായി ഇന്ത്യ പോസ്റ്റൽ സർവീസ് എന്ന പേര് ഇന്ത്യ പോസ്റ്റ് എന്നാക്കി മാറ്റി. റെയിൽവേയിലൂടെയുള്ള തപാൽ സഞ്ചാരം ഒഴിവാക്കി റോഡ് വഴിയുള്ള മെയിൽ മോട്ടോർ ആക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തേണ്ട തപാൽ ഉരുപ്പടികൾ റോഡ് വഴിയുള്ള മെയിൽ മോട്ടോർ ആകുമ്പോൾ വൈകാനിത് ഇടവരും. ഷൊർണൂരിലെ RMS ഓഫീസ് അടച്ചുപൂട്ടിയാൽ സമീപത്തുള്ള 56 പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള കത്തുകളും സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളും ജനങ്ങൾക്ക് ലഭിക്കാൻ ഏറെ വൈകുന്ന അവസ്ഥ വരും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പരിഗണന പോലും നൽകാതെ ജീവനക്കാരോട് ട്രാൻസ്ഫർ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എഴുതി കൊടുക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. RMS ഓഫീസ് അടച്ചുപൂട്ടിയാൽ ഒട്ടേറെ സാധാരണ ദിവസ വേതനക്കാരായ തൊഴിലാളികളുടെ ജീവിതമാണ് ഇരുട്ടിലാവുക. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ഉത്തരവ് പ്രകാരം RMS ഓഫീസ് അടച്ചുപൂട്ടി 2024 ഡിസംബർ 31 റെയിൽവേയുമായുള്ള കരാർ അവസാനിപ്പിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ശമ്പള ഏകീകരണം പൂർത്തിയാക്കണം KSTA. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ശമ്പള ഏകീകരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് KSTA ചിറ്റൂർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. A നസീമുദ്ദീൻ അധ്യക്ഷനായി. ബാലകൃഷ്ണൻ, സിന്ധു, വിനീഷ്, യൂനസ്, സുചിത്ര, ഉമാമഹേശ്വരി, മനു ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി G ജയകുമാർ പ്രസിഡന്റ്, N ഉണ്ണികൃഷ്ണൻ, MR ബിന്ദു, KG പ്രമീള വൈസ് പ്രസിഡന്റുമാർ, K സിന്ധു സെക്രട്ടറി, V വിനീഷ്, H യൂനസ്, S ശരവണൻ ജോയിന്റ് സെക്രട്ടറിമാർ, A നാസിമുദ്ദീൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഇന്ന് ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഇന്ന് ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്കായി നീക്കിവച്ചിരുന്ന ദിനമാണ് ഡിസംബർ 2. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇമെയിൽ തയ്യാറാക്കുക, ഇന്റർനെറ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ പ്രാപ്തരായവരെയാണ് കമ്പ്യൂട്ടർ സാക്ഷരരായി സാങ്കേതിക ലോകം വിലയിരുത്തുന്നത്. കമ്പ്യൂട്ടറിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്ന കാലത്തെ എല്ലാവരെയും അതിനെ പ്രാപ്തരാക്കുക എന്നതാണ് ഇങ്ങനെയൊരു ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എഴുത്തും വായനയും എന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള അറിവുണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള പദമാണ് കമ്പ്യൂട്ടർ സാക്ഷരത. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇമെയിൽ തയ്യാറാക്കുക, എഴുത്തുകുത്തുകൾ നടത്തുക, ഇന്റർനെറ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങൾ അറിവുള്ളവരെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയവർ എന്ന് വിളിക്കാം. എഴുത്തും വായനയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സാക്ഷരതയ്ക്ക് നിശ്ചിതമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ സാക്ഷരതയുടെ കാര്യത്തിൽ അപ്രകാരം നിശ്ചിത മാനദണ്ഡങ്ങളില്ല. കേരളത്തിൽ ഗവൺമെന്റ് തലത്തിൽ കമ്പ്യൂട്ടർ സാക്ഷരത പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ് അക്ഷയ. വാഹനാപകടം, മണ്ണാർക്കാട് യുവതി മരിച്ചു. മണ്ണാർക്കാട് കല്ലടിക്കോട് വാഹനാപകടത്തിൽ യുവതി മരിച്ചു. കരിമ്പ 3 ഏക്കർ സ്വദേശി എത്തനിൽ രമ്യയാണ് മരിച്ചത്. ഞായറാഴ്ച 3:30 ദേശീയപാതയിൽ കല്ലടിക്കോട് അയ്യപ്പൻകാവിന് സമീപം വെച്ചാണ് സംഭവം. രമ്യയുടെ മകൻ
ജെറിൻ, ചെമ്മന്തിട്ട സ്വദേശി മുസ്തഫ എന്നിവർക്കും പരിക്കേറ്റു. മുന്നിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തിരിച്ചപ്പോൾ പിന്നിലായി വന്ന രമ്യയുടെ വണ്ടി ഇതിലിടിച്ചു. 2 സ്കൂട്ടറുകളും റോഡിലേക്ക് മറിഞ്ഞു. ഇതേസമയം എതിർദിശയിൽ വന്ന ഗുഡ്സ് ഓട്ടോ പെട്ടെന്ന് ബ്രേക്കിടാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് രമ്യയുടെ സ്കൂട്ടറിന് മുകളിലേക്ക് മറിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വ്യവസായ സംരംഭകത്വ ശില്പശാല നടത്തി. അനങ്ങനടിയിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി അനിത അധ്യക്ഷയായി. സി പി വനജ, സി പി ശശി, ശൈലജ ഉണ്ണിയാൻകുട്ടി, സ്മിത, ഉഷ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. നൌഫൽ സ്വാഗതവും ബിൻസി നന്ദിയും പറഞ്ഞു. ഗ്രാമസഭയിലൂടെ അധികാരം ജനങ്ങൾക്ക്. പരിശീലനം നാളെ. ഗ്രാമസഭയിലൂടെ അധികാരം ജനങ്ങൾക്ക് പരിശീലനം നാളെ. ഗ്രാമസഭയിൽ ജനങ്ങൾക്കുള്ള അധികാരത്തെക്കുറിച്ചും ഗ്രാമസഭയുടെ ചുമതലകളെക്കുറിച്ചും പഠിക്കുന്നതിനും ഇടപെടുന്നതിനുമുള്ള പരിശീലനം നാളെ രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ നടക്കും. സർവോദയ കേന്ദ്രവും കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പകൽ 2 മണിക്ക് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പരിശീലനം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമസഭയുടെ അധികാരങ്ങൾ, ചുമതലകൾ, ഗ്രാമപഞ്ചായത്തുകളുടെ വികസനക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, മോണിറ്ററിംഗ്, സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തി രാജ് മൂവ്മെന്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, സർവോദയ കേന്ദ്രം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ തുടങ്ങിയവർ ക്ലാസ് എടുക്കും. സാമൂഹ്യ പ്രവർത്തകർ, യൂത്ത് ക്ലബ് ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ, കോളേജ് വിദ്യാർത്ഥികൾ, ഗവേഷകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പാടശേഖര സമിതി അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 9447483106 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ് ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുമായി സഹകരിച്ച് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എസ് മോഹൻ അധ്യക്ഷം വഹിച്ചു. പഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഇ വി വിശ്വനാഥൻ, ഡോക്ടർ മായ അഭിലാഷ്, ഡോക്ടർ എ എസ് നാരായണ പ്രകാശ്, പി കൃഷ്ണദാസ്, ഡോക്ടർ അച്യുതൻകുട്ടി, എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത 60-ലധികം രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബ്ബ് ധാരണാപത്രം കൈമാറി. നാടൻ തോക്കുംതിരകളുമായി 2 പേർ ഒറ്റപ്പാലത്ത് പിടിയിൽ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പര്യടനം നടത്തി. നിർത്തിയിട്ട ചരക്ക് ലോറി കത്തി നശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.